നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നന്ദിതയുടെ മകളാണല്ലേ? അതെ. അമ്മ എന്തെങ്കിലും പറഞ്ഞോ? അമ്മയോട് പല കാര്യങ്ങളും സംസാരിച്ചു. അനിഷ്ടകരമായ എന്തെങ്കിലും ഇന്നലെ രാത്രി ഉണ്ടായതായി പറഞ്ഞു കാണുമല്ലേ? ഉവ്വ്, പറഞ്ഞു. ഞാനൊരു അറിയിപ്പ് കൊടുത്തിരുന്നു, ജാഗ്രത പാലിക്കണമെന്ന്. എന്തായാലും അപകടമൊന്നും ഉണ്ടായില്ലല്ലോ, ഭാഗ്യം. അല്ല, എന്തറിയിപ്പാണ് മാഡം അമ്മയ്ക്ക് കൊടുത്തത്? ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യാൻ പ്ലാൻ ഇടുന്നുണ്ടെന്നും ജാഗ്രത ഉണ്ടായിരിക്കണമെന്നും ഞാൻ സൂചിപ്പിച്ചിരുന്നു. മാഡം അങ്ങനെ പറയാൻ കാരണം എന്താ? അങ്ങനെയൊക്കെ ഇവിടെ നടക്കുന്നുണ്ടല്ലേ? ഉണ്ടോന്നോ? ഇതൊക്കെ കാലങ്ങളായി കണ്ട് മനസാക്ഷി മരവിച്ചു പോയവളാ ഞാൻ. പ്രതികരിക്കാനുള്ള ധൈര്യം എനിക്കില്ല. കാരണം ആപത്തിൽപ്പെടാതെ ഞാൻ നോക്കിയില്ലെങ്കിൽ എന്റെ കുടുംബം വഴിയാധാരമാവും. അവര് ദിയ എന്ന പെണ്ണിന്റെ കയ്യിൽ നിന്ന് വലിയ തുക കൈപ്പറ്റിയിട്ടുണ്ട്. അവരുടെ ആവേശം കണ്ടപ്പോ എനിക്കത് മനസ്സിലായി. ആക്രമണം നടത്താൻ കൂലിക്കായി അവർ ഏർപ്പെടുത്തിയത് ഇവിടുത്തെ ഒരു പെൺഗുണ്ടയാണ്. എന്താ അവരുടെ പേര്? ഡയമണ്ട് റാണി എന്ന അവരറിയപ്പെടുന്നത്. പുതിയ പുള്ളിയാണെന്ന വ്യാജേനെ അവരെ ഇന്നലെ രാത്രി നന്ദിതയുടെ സെല്ലിൽ കയറ്റിവിട്ടു. ആ വിവരവും ഞാനിന്ന് ഡ്യൂട്ടിക്ക് വന്നപ്പോഴാ അറിഞ്ഞത്. പക്ഷേ അമ്മ എന്നോട് വിശദമായിട്ടൊന്നും പറഞ്ഞതേയില്ല. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിവിടുന്ന് ചുമ്മാ തിരിച്ചു പോകാൻ കഴിയില്ല. ഞാൻ നിങ്ങൾക്കൊരു വിവരവും തന്നിട്ടില്ല. മാഡം ഇക്കാര്യത്തിൽ പേടിക്കണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. ശരി. മേ കം ഇൻ സർ? യെസ്, കം ഇൻ. ഞാൻ അഡ്വക്കേറ്റ് ശരണ്യ. ആ, അല്പം സംസാരിക്കണമായിരുന്നു. ഇരിക്ക്. എന്താ പറയാനുള്ളത്? ഞാൻ അക്യൂസ്ഡ് നന്ദിതയുടെ അഡ്വക്കേറ്റ് ആണ്. ആ, അത് കുഴപ്പമില്ല. നന്ദിത എന്റെ അമ്മയാണ്. ഇവിടെ കിടക്കുന്നവരൊക്കെ ആരുടെയെങ്കിലുമൊക്കെ അമ്മമാരായിരിക്കും. എനിക്ക് സംസാരിക്കാനുള്ളത് അക്യൂസ്ഡ് നന്ദിതയുടെ അഡ്വക്കേറ്റ് എന്ന നിലയ്ക്കാണ്. പറയാനുള്ളത് പെട്ടെന്ന് പറയണം. എനിക്കിവിടെ ഒരുപാട് ജോലിയുള്ളതാ. നന്ദിത ഇന്നലെ രാത്രി സെല്ലിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു. എന്തോന്ന്? ക്രൂരമായ വധശ്രമമാണ് നടന്നിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. ആക്രമണം നേരിട്ട എന്റെ കക്ഷി എന്നെ അറിയിച്ച വിവരമായത്. അത് സത്യമല്ല. സത്യസന്ധമായി അവരെനിക്ക് നൽകിയ മൊഴിയാത്. ആക്രമിച്ചത് ഇവിടുത്തെ സ്ഥിരം തടവുകാരിയായ ഡയമണ്ട് റാണി എന്ന പെൺഗുണ്ടയാ. അവരുടെ സ്ഥിരം സെല്ലിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന് നന്ദിതയുടെ സെല്ലിലേക്ക് ഒരു വാർഡൻ അവളെ കടത്തിവിടുകയായിരുന്നു, പുതിയ അഡ്മിഷൻ എന്ന വ്യാജേന. ഇക്കാര്യങ്ങളൊന്നും കണ്ണു അടച്ചെങ്കിൽ വിശ്വസിക്കാൻ ഒക്കുകയില്ല. പരാതി ഉണ്ടെങ്കിൽ എഴുതി തന്നേക്ക്, ഞങ്ങൾ അന്വേഷിക്കാം. അതിന് ഡയമണ്ട് റാണിയാണ് കുറ്റവാളി എന്ന് പറഞ്ഞില്ലല്ലോ. അവള് വെറും കൂലിത്തല്ലുകാരിയല്ലേ. അവളെ അതിന് പണം കൊടുത്ത് നിയോഗിച്ചവരാണല്ലോ യഥാർത്ഥ കുറ്റക്കാർ. ഓ, അങ്ങനെയുണ്ടോ? അതാരാണ്? അതാരാണെന്ന് നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. അതാരും ആകട്ടെ, പരാതി എഴുതി തരാൻ ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് പരാതി എഴുതി തന്നാൽ എന്ത് നടപടിയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനത് കൊടുക്കേണ്ടടുത്ത് കൊടുത്തോളാം. എന്തായിരുന്നു ദിയയുമായിട്ടുള്ള നിങ്ങളുടെ ഡീലിംഗ്? ദിയെ അറിയില്ല എന്ന് പറയാനായിരിക്കും ഭാവം. ഇവിടുത്തെ സന്ദർശക ലിസ്റ്റിൽ പേരും ഫോൺ നമ്പറും ഉണ്ടാവുമല്ലോ. നിങ്ങൾ ഇന്നലെ ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. നിങ്ങളും ദിയയും തമ്മിൽ ഡീൽ ഉറപ്പിക്കുന്നത് കണ്ട ദൃക്സാക്ഷിയും ഉണ്ട്. നിങ്ങളുടെ സീനിയർ വാർഡൻ ഡയമണ്ട് റാണിയെ പണി ഏൽപ്പിക്കുന്നത് കണ്ടുനിന്ന് 2-3 സാക്ഷികളും ഉണ്ട്. എത്ര തുകയ്ക്കാണ് നിങ്ങൾ ദിയയുമായി ഡീൽ ഉറപ്പിച്ചത് നന്ദിതയെ ആക്രമിക്കാൻ? നിങ്ങൾ വെറുതെ എഴുതാപ്പുറം വായിക്കുകയാണ്. അതിൽ എത്ര തുകയാണ് നിങ്ങൾ ഡയമണ്ട് റാണിക്ക് ഓഫർ ചെയ്തത്? ബാങ്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കോടതിയിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പെറ്റീഷൻ ഫോർവേഡ് ചെയ്യുന്നുണ്ട്.
എന്തു പറയുന്നു? കോടതിയിൽ നിന്ന് നടപടി ഉണ്ടാകുന്നതല്ലേ? ഇവിടെ ഒരു പരാതി എഴുതി തരുന്നതിലും നല്ലത്. ഇങ്ങനെ ഒരു സംഭവത്തിന് അവിടം വരെയൊക്കെ പോണോ? തീർച്ചയായിട്ടും വേണം. പൗരന്മാർക്ക് നീതി കിട്ടാൻ കോടതിയുള്ളൂ ഒരു ശരണം. അതല്ല, നമുക്ക് സംസാരിക്കാം. അതിന് വേണമെന്നില്ല. കോടതി തീരുമാനിക്കട്ടെ. ചതിക്കരുത്. നമുക്ക് ഇവിടെ തന്നെ സംസാരിച്ച് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. പ്ലീസ്. ആത്മാർത്ഥമായിട്ട് തന്നെയാണോ നിങ്ങൾ ഈ പറയുന്നത്? 100%. ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും സഹകരിക്കാം. ശരി, എങ്കിൽ എനിക്ക് 2 ഉപാധികളുണ്ട്. ഒന്ന്, ദിയെ ഫോണിൽ വിളിച്ച് പണം കൊണ്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് നടപടിയെടുക്കുമെന്ന് നിങ്ങൾ പറയണം. പറയാം. 2, ആ കാര്യങ്ങൾ എനിക്ക് എഴുതി ഒപ്പിട്ട് തരണം. ശരി, ചെയ്യാം. ശരി, വിളിക്കും. നമ്പർ നിങ്ങളുടെ ഫോണിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഹലോ, മിസ് ദിയ രവിചന്ദ്രൻ. യെസ്, ഓപ്പറേഷൻ സക്സസ് അല്ലേ? എന്ത് ഓപ്പറേഷൻ? നിങ്ങളെ ഒരു കാര്യം അറിയിക്കാനാ വിളിച്ചത്. എനിക്ക് മനസ്സിലായി. നന്ദിത എന്ന് പറയുന്നവള് ഇനി എഴുന്നേറ്റ് നിൽക്കാൻ പരസഹായത്തിന് യാചിക്കും, അതല്ലേ? ദേ, അനാവശ്യം പറയരുത്. ആള് മാറിയോ? ദേ, നിങ്ങളുടെ തരികിടെ ഒന്നും ഇങ്ങോട്ട് ഇറക്കാൻ വരണ്ട. നിങ്ങൾ പണം കൊണ്ടൊന്ന് കാണിച്ചാ ഞാൻ അങ്ങ് ഭ്രമിച്ചു പോകുമെന്ന് വിചാരിച്ചോ? ഹലോ ഹലോ, ഒരു തടവുകാരി ആക്രമിക്കാൻ ഇവിടെയുള്ളവർ തയ്യാറാകുമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? പണം കൊണ്ടുവന്ന് പ്രലോഭിപ്പിച്ച് ജയിലധികാരിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് നിങ്ങളുടെ പേര് നടപടിയെടുക്കാൻ പോവാ ഞാൻ. നിങ്ങൾ എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ചെയ്യേ. അല്ല അത് ഇങ്ങനെ പോരെ? ഇനി എഴുത്ത്. ദിയ പണം കൊണ്ടുവന്ന് സ്വാധീനിക്കാൻ ശ്രമിച്ചതും നിങ്ങൾ അതിന്മേൽ നടപടിയെടുക്കാൻ പോകുന്നതും അതാണ് മാറ്റർ.